അമ്മയ്ക്ക് എല്ലാവരും സപ്പോർട്ടും ലൈക്കും ചെയ്യണേ. എല്ലാവരും സപ്പോർട്ടും ചെയ്യണേ. ഇന്ന് നമ്മളിവിടെ ഇതുപോലെ കാണിക്കുന്ന കണക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ആർട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇത് പേപ്പർ ബ്ലേഡാണ്. പേപ്പർ ബ്ലേഡ് എടുത്ത് നമുക്ക് എത്ര വലുപ്പം വേണോ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അതേപോലെ തന്നെ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കാൻ അതിൻ്റെ ഒരു ഹാൻഡിലിന് വേണ്ടിയിട്ട് ഇതൊരു ചെറിയ ബാസ്ക്കറ്റാണ്, ഫ്ലവർ ബാസ്ക്കറ്റാണ് ചെയ്യാൻ പോണത്. ചെറിയ നമുക്ക് വേസ്റ്റായിട്ട് കളയുന്ന ഓരോ ബോട്ടിൽസുകളും, അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽസോ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ആ കട്ട് ചെയ്ത മറ്റൊരു ആ ഒരു പിടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തത് നമ്മളവിടെ കൊണ്ട് സ്റ്റാപ്ലർ ചെയ്യാണ്. ഫെവി ബോണ്ട് വെച്ച് ഒട്ടിക്കാമെങ്കിൽ അത് ഒട്ടിക്കാം, പക്ഷേ സ്റ്റാപ്ലറോടൊപ്പം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഞാനത് സ്റ്റാപ്ലർ ചെയ്തിരിക്കുകയാണ്. രണ്ട് സൈഡിലും ഇതുപോലെ ഒരു ഹാങ്ങിങ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗ്രീൻ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റാണ്. ഗ്രീൻ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ട് ഇതിപ്പം എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പം അതിനെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി ഞാൻ അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ അതിൻ്റെ ഡൗണിലും അതേപോലെ തന്നെ ടോപ്പും ഡൗണും ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ചെറിയ ഫ്ലവേഴ്സുകൾ അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പ് അതേ സെയിം റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് ഇനി ചെറിയ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു നീളത്തിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ലൈറ്റർ യൂസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അത് ടേൺ ചെയ്ത് വരും. ഒരു പോലെ അത് വിരിഞ്ഞെടുക്കുക. അതിനെ ഒന്ന് ചുറ്റിയെടുത്താൽ മാത്രം മതി, ഫ്ലവറായി കഴിയും. എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഈ ഒരു ഫ്ലവർ. ഫോം ഷീറ്റ് കൊണ്ടുള്ള ഫ്ലവർ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്കതിന് ലൈറ്റർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പിടിക്കേണ്ടിയും വരില്ല. ചെറിയ ഒരു പ്രസ്സിങ്, അത് ആ ഗ്ലിറ്റേർഡ് ഭാഗത്ത് മാത്രം ലൈറ്റർ യൂസ് ചെയ്യരുത്. തൊട്ട് ബാക്കിൽ യൂസ് ചെയ്യുമ്പോൾ അത് ടേൺ ചെയ്തത് ഇതുപോലെ ഇതളായിട്ട് പതുക്കെ നമുക്ക് കൊച്ചു ഫ്ലവർ മതി. അതുകൊണ്ട് ഇത് ചെയ്തിരിക്കുക. അതിൻ്റെ മുകളിൽ ഞാൻ ഫെവി ബോണ്ട് പേസ്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്ന ഫ്ലവേഴ്സുകൾ ഓരോന്നായിട്ട് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വീണ്ടും ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ ഗോൾഡൻ മുത്തുകൾ കിട്ടും, അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാണ്. അതിൻ്റെ മുകളിലുള്ള ആ ഒരു പിടിക്ക് വേണ്ടിയിട്ട് ഒരു ഹാൻഡിലും ഞാൻ ഇതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കട്ട് ചെയ്ത് അതിൽ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ചെറിയ ലീവ്സ് അതിൽ തന്നെ ഗ്രീൻ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ട് കട്ട് ചെയ്ത് അത് ഒട്ടി നമുക്ക് ഇഷ്ടാനുസരണം നമുക്കതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഫ്ലവേഴ്സ് നമുക്ക് ഇഷ്ടാനുസരണം അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പല കളറിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ചെറിയ ഒരു ഗിഫ്റ്റ് ബാസ്ക്കറ്റാക്കി വേണമെങ്കിലും ഇതെടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് ബാസ്ക്കറ്റോ നമുക്ക് ഒരു ബർത്ത്ഡേ പ്രസൻറ്റേഷന് വേണമെങ്കിലും നമുക്കിത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് നമ്മൾ എന്തുമാത്രം പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് തന്നെ നമ്മളുടെ വീട് ഡെക്കറേഷനായിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം ഞാൻ അതെല്ലാം ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞ് ഫെവിക്കോളും ഫെവി ബോണ്ടുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ചെറിയ ഒരു ഗോൾഡൻ മുത്തിന് വേണ്ടിയിട്ട് ഫെവി ബോണ്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് പെട്ടെന്ന് സ്റ്റക്ക് ആവുകയും ചെയ്തോളും, ഉണങ്ങി പിടിക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് മുത്തുകൾ വേണമെങ്കിൽ നമുക്കത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതുപോലെ മനോഹരമാക്കി നമുക്ക് ഓരോന്നായിട്ട് അത് ഓരോ പാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ അത്രയും ശ്രദ്ധിച്ചും അത്രയും ഭംഗിയോടുകൂടി ചെയ്തെടുക്കുക തന്നെ വേണം. കാരണം അത് അത്രയൊരു പെർഫെക്ഷനോടുകൂടി എടുത്താൽ മാത്രമേ നമുക്ക് അത്രത്തോളം ഒരു ഭംഗിയായിട്ട് അതിനെ നമുക്ക് എടുത്ത് അത് ഡെക്കറേഷനാക്കി മാറ്റി വയ്ക്കാൻ പറ്റത്തുള്ളൂ. അത്രയും നല്ല ഒരു നീറ്റായിട്ട് വേണം ഈ ഫ്ലവേഴ്സ് ഏത് ചെയ്താൽ തന്നെയും നമ്മൾ നല്ല രീതിയിൽ ഫെവി ബോണ്ട് കൊണ്ടത് ഒട്ടിച്ച്. ഇതിപ്പോൾ ചെറിയ കുഞ്ഞു ഫ്ലവേഴ്സുകളാണ്, ചെറിയൊരു ബാസ്ക്കറ്റാണ്. അതുകൊണ്ട് ഇനി ആ ഒരു ചുറ്റും ഒട്ടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്ത് അത് ലൈറ്റർ യൂസ് ചെയ്ത് ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലവർ ചെയ്താലും നമ്മളത്
ലൈറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അത് വിരിഞ്ഞ് വരത്തക്ക വിധത്തിലായിരിക്കും. ഇതുപോലെ മനോഹരമാക്കി നല്ല ഒരു ചെറിയ ഫ്ലവർ ബാസ്ക്കറ്റാക്കി നമുക്ക് എടുക്കാൻ പറ്റും.